രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ് ഓരോ സോൾജിയറിൻ്റെയും കടമ. അത് ഇന്നടത്തെ സേവനം ചെയ്യും, ഇന്ന രീതിയിലേ ചെയ്യൂ എന്നുള്ളതൊന്നുമില്ല. അവിടെ മത ജാതി ചിന്തകളൊന്നും പാടില്ല എന്നാണ്. പക്ഷെ പ്രധാനം ഈ മേലധികാരി അനുസരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പട്ടാളം മര്യാദയ്ക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ഗുരുദ്വാരയിൽ കയറാൻ വിസമ്മതിച്ചു, അല്ലെങ്കിൽ എൻ്റെ ആചാരങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരിയായ നിലപാടല്ല. ഇയാളെ പിന്തുണച്ചുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് പറ. അതെ, ക്രിസ്ത്യൻ വിശ്വാസം പിന്തുടരാം. പക്ഷെ ഇയാളെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ വന്നു, അയാളുടെ മതവിശ്വാസം പിന്തുടരാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇയാൾ ഹൈക്കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. എന്താ സാർ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? സുപ്രീം കോടതി വിധി വന്നു. സുപ്രീം കോടതി ഇയാൾക്കെതിരാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഈ മേലധികാരിയുടെ നിയമപരമായ ആജ്ഞയ്ക്ക് കീഴ്പ്പെട്ടാണ് നിൽക്കേണ്ടത്, അതിന് മുകളിലല്ല മതം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. പ്രത്യേകിച്ച് നമ്മുടെ കരസേന, ഇയാൾ കരസേനയിലെ ഓഫീസറാണ്. അപ്പോൾ സാമുവൽ കമലേശൻ എന്നാണ് ഇയാളുടെ പേര്. സാമുവൽ കമലേശൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരനായിരിക്കും. ഇയാളുടെ ഈ കേസ് മുഴുവൻ നോക്കിക്കഴിയുമ്പോൾ ഇയാൾ പെന്തക്കോസ്താണെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ മെയ് 30 ഹൈക്കോടതി ഇയാൾക്കെതിരായിട്ട് വിധിച്ചിരുന്നു. ഇയാൾക്കെതിരായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരസേനയിൽ ഈ പറഞ്ഞ പോലെ മേലധികാരിയുടെ ഉത്തരവാണ് അനുസരിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇയാൾ പഞ്ചാബിലുണ്ടായിരുന്ന സ്ഥലത്ത് ഈ സർവധർമ്മസ്ഥൽ എന്ന് പറഞ്ഞിട്ടാണ് പട്ടാളത്തിൽ ഈ ആരാധന സ്ഥലങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പഞ്ചാബിൽ ഇയാളുള്ള സ്ഥലത്ത് ഒരു ഗുരുദ്വാര ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് പോയി ആചാരപരമായ കാര്യങ്ങൾ ചെയ്യാൻ മേലധികാരി പറഞ്ഞതിന് ഇയാൾ വിസമ്മതിച്ചു പട്ടാളത്തിൽ. അപ്പോൾ ഇയാൾ പട്ടാളത്തിൽ അയാളുടെ മതവിശ്വാസമാണ് പ്രധാനം എന്നുള്ള നിലപാടെടുത്തു. അത് അതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തു. അത് കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളതാണ് വിധി. പട്ടാളത്തിൽ സുപ്പീരിയർ എന്താണോ പറയുന്നത്, കാരണം ആ ഹൈറാർക്കി ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് എൻ്റെ മതവിശ്വാസം അനുസരിച്ചിട്ട് എനിക്ക് അത് അപ്പുറത്തിരിക്കുന്ന ആള് ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ അയാളെ വെടിവെക്കില്ല എന്ന് ഇയാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? യുദ്ധം നടക്കുമ്പോ ഇല്ലേ? അപ്പുറത്തെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കരസേനയിലുള്ള ഒരു മുസ്ലിം അപ്പുറത്തിരിക്കുന്ന പാകിസ്ഥാൻ സേനയിലെ അബ്ദുൾ ഗഫൂറിനെയാണ് വെടിവെക്കേണ്ടത്. അയാൾ ഇസ്ലാമാണ്, ഞാൻ വെടിവെക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുവോ? ഇല്ല. അപ്പൊ അതാണ് മതം, അതിൻ്റെ കീഴ്പ്പെട്ടാണ് നിൽക്കേണ്ടത്, മതമല്ല. മനുഷ്യ ജീവിതത്തിൽ തന്നെ മതമാണോ ഏറ്റവും പ്രധാനം? അല്ലല്ലോ. അപ്പോൾ മേലധികാരിയുടെ നിയമപരമായ ആജ്ഞയ്ക്ക് കീഴ്പ്പെട്ടാണ് നിൽക്കേണ്ടത്. സേനയുടെ അച്ചടക്കം പാലിക്കണം, അതിൻ്റെ ഒന്നും മേലെയല്ല മതം എന്ന് സുപ്രീം കോടതി വിധിച്ചു. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതിയുടെ വിധിയിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും സുപ്രീം കോടതി ഒരുപാട് കാര്യങ്ങൾ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സാമുവൽ കമലേശനെതിരെ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഈ സർവധർമ്മസ്ഥൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ യുദ്ധകാര്യ ലേഖകൻ എന്നുള്ള നിലയ്ക്കുള്ള പരിശീലനത്തിന് 3 സേനയിലും പോയിട്ടുണ്ട്. 45 ദിവസം പരിശീലനം ഉണ്ടായിരുന്നു. അപ്പം നമ്മളും ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ പോകുന്ന യുദ്ധകാര്യ ലേഖകൻ ഓഫീസർ റാങ്കിലാണ് നമ്മൾ. അപ്പം നമുക്ക് ഷൂ പോളിഷ് ചെയ്യാനും ഒക്കെ വേറെ ആളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മളവിടെയും ഈ പ്രാർത്ഥനയ്ക്കൊക്കെ എല്ലാവരെയും ഒക്കെ അതിൻ്റെ അകത്തും അതൊന്നുമില്ല. പട്ടാളത്തിൻ്റെ അകത്ത് ഇയാളെ ഈ മതം പറഞ്ഞു വന്നാൽ എങ്ങനെയാണ്? അപ്പോൾ സർവധർമ്മസ്ഥൽ എന്നാണ് പറയുക ആരാധനാ കേന്ദ്രത്തിന്. അതൊരോ റെജിമെന്റിലും ഓരോന്ന് കാണും. അപ്പോൾ എല്ലാ മതത്തെയും പ്രതിനിധീകരിക്കുന്ന സ്ഥലമാണ് സർവധർമ്മ സ്ഥൽ എന്ന് പറയുന്നത്. അപ്പം ഇത് വിധിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല ബാഗ്ചി 2-അംഗ ബെഞ്ചാണ് വിധിച്ചിരിക്കുന്നത്. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ഈ സാമുവൽ കമലേശൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ പ്രത്യേക അവധി അപേക്ഷ, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ തള്ളി. വലിയ ഓഫീസറൊക്കെ ആയിരിക്കാം നിങ്ങൾ, സുപ്രീം കോടതി പറഞ്ഞു, വലിയ ഓഫീസറൊക്കെ ആയിരിക്കാം, പക്ഷേ ഇന്ത്യൻ പട്ടാളത്തിൽ നിങ്ങൾ മിസ്ഫിറ്റാണ്. ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, യു ആർ എ മിസ്ഫിറ്റ് ഇൻ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല. അപ്പോൾ
അയാൾ പള്ളിയിൽ പോയിട്ട് പാസ്റ്ററായിട്ടോ മറ്റോ ഒക്കെ ജോലി കിട്ടുക ഇല്ലേ, ഉപദേശിയായിട്ടോ മറ്റോ. അപ്പോൾ അച്ചടക്കവും മതേതരത്വവും പുലരുന്ന ഒരു സംവിധാനമാണ് പട്ടാളം. അതനുസരിച്ച് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കമലേശന് ഈ വേണ്ടി ഗോപാൽ ശങ്കര നാരായണൻ എന്ന വക്കീലാണ് ഹാജരായിരിക്കുന്നത്. അത് പുള്ളി ക്രിസ്ത്യാനിയെ വെച്ചില്ല. അപ്പൊ ഗോപാൽ ശങ്കര നാരായണനാണ് കോടതിയിൽ ഹാജരായത്. അപ്പൊ അദ്ദേഹത്തിനോട് സുപ്രീം കോടതി ചോദിച്ചു, ഈ അച്ചടക്കമുള്ളൊരു സേനയിൽ ഇത്രയും വൃത്തികെട്ട പെരുമാറ്റം അനുവദനീയമാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. കണ്ടാങ്കറസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അതാണ് ഞാൻ ഈ വൃത്തികെട്ട എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് ഭടന്മാർക്ക്, നേരുടെ വക്കീല് പറഞ്ഞു, മറ്റ് ഭടന്മാർക്കൊന്നും ഇതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഈ പറഞ്ഞത് കമാൻഡന്റിന് മാത്രമായിരുന്നു പ്രശ്നം. അതങ്ങനെയല്ലേ വരുള്ളൂ, മേലധികാരിയല്ലേ തീരുമാനിക്കുന്നത്. കമാൻഡന്റ് പറഞ്ഞോളുന്നല്ലേ മറ്റ് ഭടന്മാര് വിചാരിക്കുള്ളൂ ഇല്ലേ. മറ്റ് ഏത് ഓഫീസിലും മേലധികാരി തീരുമാനിക്കട്ടെ എന്നല്ലേ താഴെ ജീവനക്കാരും തീരുമാനിക്കുള്ളൂ. അവര് സ്വതന്ത്രമായ നിലപാടൊന്നും എടുക്കാൻ പോകുന്നില്ലല്ലോ, അവരെയും പിരിച്ചുവിടണമെന്ന് അവർ ആഗ്രഹിക്കുമോ. അപ്പോൾ കമാൻഡന്റിന് മാത്രമായിരുന്നു പ്രശ്നം എന്ന് ഇയാളുടെ വക്കീല് പറഞ്ഞു. സർവധർമ്മസ്ഥലിൽ പ്രവേശിക്കാൻ എൻ്റെ കക്ഷിക്ക് പ്രയാസമില്ല, പക്ഷേ പഞ്ചാബിലെ ഈ റെജിമെന്റിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഗുരുദ്വാരയും ക്ഷേത്രവുമാണ് ഉണ്ടായിരുന്നത്. പഞ്ചാബിലെ റെജിമെന്റ് അല്ലേ, ഗുരുദ്വാരയും ക്ഷേത്രവുമായിരുന്നു. അപ്പൊ അവിടെ ശ്രീകോവിലിൽ പോയി ആചാരപരമായ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് കമാൻഡന്റ് പറഞ്ഞപ്പോൾ വിസമ്മതിച്ചതാണ്. അത് ക്രിസ്ത്യൻ വിശ്വാസത്തിന് നിരക്കില്ല. ഇതാണ് വാദമായിട്ട് ഇവർ ഉന്നയിച്ചത്. അപ്പോൾ ശ്രീകോവിലിൽ കടക്കുന്നത് വിശ്വാസ ലംഘനമാണ്. പട്ടാളത്തിൽ ചേർന്നാൽ ഈ വിശ്വാസ അവശിഷ്ടങ്ങൾ നഷ്ടമാവില്ല എന്നുള്ള നിലപാടാണ്. വിശ്വാസ അവശിഷ്ടങ്ങൾ നഷ്ടമാവില്ല എന്നാണ് അവർ നിലപാടെടുത്തത്. അപ്പോൾ ബാഗ്ചി സുപ്രീം കോടതി ജഡ്ജി ചോദിച്ചു, ഒരു പാസ്റ്ററെ നിങ്ങൾ പോയി കണ്ടിരുന്നു ഉപദേശത്തിന് നിങ്ങളുടെ സഭയിലെ. പാസ്റ്റർ പറഞ്ഞു, അതിലൊരു വിട്ടുവീഴ്ച ചെയ്തേക്ക്, ജോലിക്ക് വേണ്ടിയല്ലേ, ആ ശ്രീകോവിലിൽ പോയി കയറ്, അതുകൊണ്ട് കുഴപ്പമൊന്നും നമ്മുടെ വിശ്വാസത്തിനൊന്നും ഒന്നും വരില്ല എന്ന് നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോഴും നിങ്ങൾ സ്വന്തമായിട്ടൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ നിന്നു. നിങ്ങളുടെ ആചാര്യൻ നിങ്ങളെ ഉപദേശിച്ചു, അത് കേട്ട് ജോലി കളയണ്ട, അവിടെ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നേക്ക് എന്ന് പറഞ്ഞു. അത് നിങ്ങൾ കേട്ടില്ല. അപ്പോഴും നിങ്ങൾ സ്വന്തം വ്യാഖ്യാനത്തിൻ്റെ കൂടെ നിന്നു. ഇത് വിശ്വാസത്തെ ബാധിക്കുന്നതല്ല എന്ന് പാസ്റ്റർ പറഞ്ഞാലും വ്യക്തിപരമായ നിങ്ങളുടെ വിശ്വാസം മാറാതിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ നിങ്ങൾ വ്യക്തിപരമായ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മിസ്ഫിറ്റാണ്. നിങ്ങൾ ആരും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മിസ്ഫിറ്റാണ് എന്നാണ് പറഞ്ഞത്. സേനയെ നയിക്കുന്നവർ, ഇയാൾ കുറച്ച് ഓഫീസർ ഗ്രേഡിലുള്ള ആളാണല്ലോ, താഴെ ഭടന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ സേനയെ നയിക്കുന്നവർ എപ്പോഴും മാതൃകയാകണം. ഒരു സംഘത്തിൻ്റെ നേതാവാണ് നിങ്ങൾ. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കീഴിൽ ഭടന്മാരായിട്ട് സിഖുകാരുണ്ട്. അവർ ഗുരുദ്വാരയിൽ പോകാറുണ്ട് അല്ലേ, സെക്കുലറാണ്. സ്വന്തം ഭടന്മാരെ നിങ്ങൾ അപമാനിക്കരുത്. നിങ്ങൾ താലി വഹിക്കണം, ആരാധന വേണം. താലി എന്താ, താമ്പാള എന്നൊക്കെ പറയില്ലേ, ആരാധന വേണം എന്നൊക്കെയാണ് കമാൻഡന്റ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പെന്തക്കോസ്ത് വിശ്വാസം സമ്മതിക്കില്ല എന്നാണ്. ഭരണഘടന അത് അനുവദിക്കുന്നു എന്നാണ് ഇയാൾ വാദിച്ചത്. അങ്ങനെയൊന്നും ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇയാളോട് ഈ സേനയിലുള്ള ബാക്കി ക്രിസ്ത്യൻ ഓഫീസർമാരും എടേ അതൊന്ന് ചെയ്തേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴും ഇയാൾ സമ്മതിച്ചില്ല. പൂവ് അവിടെ ഇടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. ഞാൻ പൂവ് ഇടില്ല, ഹവനവും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഇയാളുടെ ഈ പിടിവാശി അതിലയാൾ തുടർന്നു. അപ്പോൾ വകുപ്പ് 35, ഭരണഘടനയുടെ വകുപ്പ് 35 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്ത നോക്കണം. സുപ്രീം കോടതി പറഞ്ഞു, ക്രിസ്തു മതത്തിൽ, സുപ്രീം കോടതി ചോദിച്ചു, ക്രിസ്തു മതത്തിൽ എവിടെയാണ് മറ്റ് ആരാധനാലയങ്ങളെ വിലക്കിയിരിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ.
മറ്റവര് കാഫിറാണെന്ന് പറയുന്നത് ഇസ്ലാമിലല്ലേ, അതെ. ക്രിസ്തു മതത്തിൽ അങ്ങനെയില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തു മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നല്ലേ യേശു അതെ, പറഞ്ഞിരിക്കുന്നത് അയൽക്കാരനെ സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ വക്കീല്, കമലേശന്റെ വക്കീല് പറഞ്ഞു ആദ്യ കൽപ്പനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. 10 കൽപ്പനയുണ്ടല്ലോ, അതെ. അതിൽ ആദ്യ കൽപ്പനയിൽ ഉണ്ടെന്ന്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അത് ഒരു ദൈവത്തിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവത്തിൽ വിശ്വസിക്കുക, ഏകദൈവം വിശ്വസിക്കുക എന്നല്ലേ. അതെ. വേദത്തിലും എല്ലാം കൂടി ചേർത്തിട്ട് ഏകദൈവം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണല്ലോ പിന്നെ അത് ആ ഭാഗത്തേക്ക് സുപ്രീം കോടതി വിശദീകരിച്ചില്ല. പക്ഷെ നമ്മുടെ 4 മഹാവാക്യങ്ങളുണ്ടല്ലോ ഹിന്ദു മതത്തിലും ഉപനിഷത്തിലും ഒക്കെ ഉള്ളത്, തത്വമസി എന്നുള്ളത്, പ്രജ്ഞാനം ബ്രഹ്മ അല്ലേ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ എന്നല്ലേ പറയുന്നത്. അപ്പൊ ദൈവമേകമാണ് എന്ന് പറയുന്നത് വേദത്തിലും ഉണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അദ്ദേഹം മതത്തിനെ മുകളിൽ നിർത്തി സർവീസിൽ നല്ലൊരു ജോലി, ദേശാഭിമാന പ്രചോദിതമായ അല്ലേ, നമ്മുടെ ദേശത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുക. ഈ വേറെ ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ ഇല്ലേ, ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ഞങ്ങൾ ഇവിടുത്തെ വിശ്വാസം മരുന്ന് കഴിക്കില്ല, യഹോവ സാക്ഷികൾ എന്നൊക്കെ പറഞ്ഞിട്ട്, പണ്ട് സൂസൻ മേബിൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു അത്ലറ്റ് ഇങ്ങനെ മരുന്ന് കഴിക്കാതെ മരിച്ചുപോയി. ഞാൻ കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുന്ന കാലത്ത് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു അത്. സൂസൻ മേബിൾ, യഹോവ സാക്ഷികൾ മരുന്ന് കഴിക്കാതെ അവര് ഒരുപാട് ഇനങ്ങളിൽ മത്സരിച്ച് സ്വർണ്ണ മെഡലും ഒക്കെ വാങ്ങുന്ന അത്ലറ്റായിരുന്നു അവര്. സൂസൻ മേബിൾ മരിച്ചുപോയി. അത് വലിയ വിഷയമായിരുന്നു. അത് പെന്തക്കോസ്തും ഇങ്ങനത്തെ ഒരു സെക്റ്റിൽപ്പെട്ട ഇതാണ്. അപ്പോൾ ഇപ്പോഴും യഹോവ സാക്ഷികൾ വോട്ട് ചെയ്യൊന്നുമില്ലല്ലോ. അപ്പോൾ ദൈവരാജ്യം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ആ വിശ്വാസത്തിലാണ് ഈ സാമുവലിലെ കമലേശനും നടന്നത്. അതുകൊണ്ട് അയാൾക്കൊരു നല്ല ജോലി പോയി. അയാൾക്ക് നല്ലത് പാസ്റ്ററായിട്ടിരിക്കുക, ഉപദേശിയായിട്ടിരിക്കുക എന്നുള്ളത് തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.